നമുക്ക് പ്രായമാകുന്നതിനെയും മരണത്തെയും തോൽപ്പിക്കാൻ സാധിക്കുമോ? പലരും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കണ്ടേ? ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റർണിറ്റി. ചരിത്രത്തിലുടനീളം രാജാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ബില്യനേഴ്സ്, അതായത് കോടീശ്വരന്മാർ അവർക്കുള്ള പണമെല്ലാം ചെലവഴിച്ച് അവർക്ക് മരിക്കാതിരിക്കാനായിട്ടുള്ള അവസ്ഥ അറ്റൈൻ ചെയ്യുവാൻ അവർ പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാലും പ്രായമാകുന്ന കാര്യത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകുവാൻ സാധിച്ചില്ല, അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. ചിലർ മരണത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ എന്നിട്ടും പരാജയപ്പെട്ടു. ഉദാഹരണത്തിന് ചൈനയുടെ ആദ്യത്തെ എംപററായിരുന്ന കിൻ ഷി ഹുവ, അദ്ദേഹത്തിന് ഇമ്മോർട്ടാലിറ്റി, അതായത് മരിക്കാത്ത അവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ഒബ്സഷനായിരുന്നു. താന് എക്സ്പ്ലോറേഴ്സിനെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലോട്ടും അയച്ചു. ആ എലിക്സിർ ഓഫ് ലൈഫ്, അതായത് എന്നേക്കും ജീവിക്കുവാനായിട്ടുള്ള രീതിയിലുള്ള ചില മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടി. അങ്ങനെ വിഷമുള്ള മെർക്കുറിയും അടങ്ങുന്ന ഒരു പോർഷനൊക്കെയും കുടിച്ചാണ് താൻ മരിക്കാനിടയായത്. പിന്നീട് കത്തോലിക്ക സഭയിലെ പോപ്പ് ഇന്നസെൻ്റ് എട്ടാമൻ 1492 തൻ്റെ ആ ക്ഷീണിത അവസ്ഥയിൽ തനിക്ക് സൗഖ്യമാകുവാൻ വേണ്ടി 3 ചെറുപ്പക്കാരായിട്ടുള്ള യൗവന പുരുഷന്മാരുടെ രക്തം കുടിച്ചു. എന്നിട്ടും തൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ല. തനിക്കും പിന്നീട് മരിക്കേണ്ടി വന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ഏജിങ്ങിനെ, ഈ മരിക്കാതെ ഇരിക്കാനായിട്ടുള്ളൊരു അവസ്ഥയെ അറ്റൈൻ ചെയ്യുവാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ് ബ്രയൻ ജോൺസൺ. തൻ്റെ പ്രായം ഇപ്പോൾ 48 വയസ്സ്. അദ്ദേഹം ഒരു അമേരിക്കൻ ടെക് ഓൺട്രപ്രണറാണ്. ആനുവലി, അതായത് ഓരോ വർഷവും $multi-million പണം ചെലവഴിച്ച് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ബ്ലൂ പ്രിൻറ്റിനെ ഫൗണ്ട് ചെയ്ത, അല്ലെങ്കിൽ അത് തുടങ്ങിയ ആളാണ്. തൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം തൻ്റെ ബയോളജിക്കലായിട്ടുള്ള പ്രായം 18 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുക. അങ്ങനെ പ്രായമാകുന്ന ആ പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക. താൻ ഏകദേശം ഒരു വർഷം $2 മില്യണിൽ പരം പണം ചെലവഴിക്കുന്നുണ്ട് തൻ്റെ ആൻറ്റി ഏജിങ് പ്രോഗ്രാമിന് വേണ്ടി. തന്നെ 30 ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് ഓരോ ദിവസവും മോണിറ്റർ ചെയ്യുന്നുണ്ട്. തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഘടകങ്ങളിൽ 100ൽ പരം ഹെൽത്ത് മാർക്കേഴ്സ് ഓരോ ദിവസവും ചെക്ക് ചെയ്ത് വരികയാണ്. തൻ്റെ ആ റൂട്ടീനിൽ ഉൾപ്പെട്ടതാണ് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ. എന്നും രാത്രി 8:30 മണിയാകുമ്പോൾ താൻ ഉറങ്ങാൻ കിടക്കും. താൻ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു വെജിറ്റേറിയൻ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതും തൻ്റെ കാലറീസൊക്കെ ഓരോ ദിവസവും നേരത്തെ തന്നെ, അതായത് കിടക്കുന്നതിന് തൊട്ട് മുമ്പല്ല, നേരത്തെ തന്നെ താൻ കഴിക്കുവാൻ വളരെ ഡിസിപ്ലിനായിട്ട് തന്നെ ജീവിക്കുന്നൊരു മനുഷ്യൻ. പിന്നെ ഡെയിലി ഹൈ ഇൻറ്റൻസിറ്റി Zone 2 കാർഡിയോയും റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസും താൻ ചെയ്യും. തൻ്റെ ആ പ്രോട്ടോക്കോളിൽ ഉൾപ്പെട്ടതാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ, എക്സ്റ്റെൻസീവായിട്ടുള്ള ബ്ലഡ് മോണിറ്ററിംഗ് ടെസ്റ്റുകൾ, പിന്നെ പ്രത്യേകതരം സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം താൻ ചെയ്തു വരികയായിരുന്നു. ഈവൻ യൗവനക്കാരനായ തൻ്റെ മകൻ്റെ ബ്ലഡ് പ്ലാസ്മ എടുത്ത് തൻ്റെ ശരീരത്തിലേക്ക് അങ്ങനെ ബ്ലഡ് പ്ലാസ്മ എക്സ്ചേഞ്ച് തെറാപ്പി പോലും താൻ ചെയ്തിരുന്നു. തൻ്റെ ലക്ഷ്യം തൻ്റെ ആ ശരീരത്തിലെ സെല്ലുകൾ പ്രായമാകാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് താൻ പ്രയത്നിച്ചതെങ്കിലും ഈ പ്രോഗ്രാമിലൂടെ ചില ഒളിഞ്ഞുകിടന്ന വെല്ലുവിളികൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ടെക്നോളജിയും ഈ ഒരു ചിട്ടയും ഇത്രയും പണം ചെലവഴിക്കലും എല്ലാം ചെയ്തിട്ടും തൻ്റെ മെഡിക്കൽ ടീം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുപിടിച്ചത് തനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. അതായത് തൻ്റെ ശരീരത്തിലെ സെല്ലുകളെ, പ്രത്യേകിച്ച് സ്റ്റൊമക്കിലെ സെല്ലുകളെ തൻ്റെ തന്നെ രോഗപ്രതിരോധ സിസ്റ്റം തിന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും തനിക്കുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും നാളും ബ്ലഡ് ടെസ്റ്റുകളൊക്കെയും സ്ഥിരമായിട്ട് ചെയ്തു വന്നുവെങ്കിലും ഇത് ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ സാധ്യതയുമുണ്ട് തൻ്റെ ആ ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് നിമിത്തം സ്റ്റൊമക് ക്യാൻസറും കൊണ്ടായിരിക്കാം മിക്കവാറും മരിക്കാനിടയാകുന്നു. ഇന്ന് പലർക്കും മരണത്തെ ഭയമാണ്. അവർക്ക് പ്രായമാകാൻ താല്പര്യമില്ല, അവർക്ക് മരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ബൈബിളിൽ ശലോമോൻ രാജാവ് തൻ്റെ മരണത്തിൻ്റെയൊക്കെ അടുത്ത് വന്ന നാളുകളിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ തൻ്റെ ആ ഫൈനൽ ചിന്തകളെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് എല്ലാ പണവും സമ്പത്തും ജ്ഞാനവും പ്രശസ്തിയും ഭാര്യമാരും വെപ്പാട്ടിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ടും തൻ്റെ ആ ജീവിതത്തിൻ്റെ അവസാനത്തെ ആ നാളുകളിലേക്ക് വന്നപ്പോൾ താൻ മുന്നറിയിപ്പ് കൊടുത്തത് പണത്തെയും പ്രശസ്തിയെയും അധികാരത്തെയും ഇപ്രകാരം ലോകത്തിലുള്ള ഈ സന്തോഷങ്ങളുടെയും എല്ലാം പുറകിൽ പോകുന്നതിനകത്ത് അർത്ഥമില്ല. അതിനെ ഒരു ആവിയായി കാറ്റിനെ പിന്തുടരുന്നത് പോലെയാണ്, മായയും വൃഥാ പ്രയത്നവുമാണെന്നാണ് താൻ പറഞ്ഞത്. തൻ്റെ പരമമായിട്ടുള്ള കൺക്ലൂഷൻ വളരെ സിമ്പിളായിരുന്നു. സഭാപ്രസംഗി 12:13 പറയുന്നത്, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്.
പിന്നെ താൻ സദൃശവാക്യങ്ങൾ 10:27 പറഞ്ഞത്, യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ആത്മീക വശമാണ്. ആത്മീകതയെ ആരോഗ്യപരമായി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിൻ്റെ അർത്ഥം ശാരീരിക എക്സസൈസും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും പിന്നെ നമ്മുടെ ശരീരങ്ങളെ ഫിറ്റാക്കി നിർത്തുന്നതും കൊള്ളത്തില്ല എന്നാണോ ഞാൻ പറയുന്നത്? ഒരിക്കലുമില്ല. നമ്മുടെ ശരീരങ്ങളെ നാം ഹെൽത്തിയും ഫിറ്റാക്കി തന്നെ നിലനിർത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ അപ്പോൾ തന്നെ എത്രമാത്രം ഫിസിക്കലി ഫിറ്റാക്കി നമ്മളെ ശാരീരികമായിട്ട് നിലനിർത്തിയാലും ഒരു നാൾ ഈ ഭൂമി വിട്ട് നമ്മുടെ സൃഷ്ടാവിനെ എതിരേൽക്കുവാനും ഓരോന്നിനും കണക്ക് ബോധിപ്പിക്കേണ്ട നാൾ വരും. എബ്രായർ 9:27 തന്നെ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ശാരീരിക ഫിറ്റ്നസ്സിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മീക ഫിറ്റ്നസ്സിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, അല്ലെ പ്രാധാന്യം. 1 തിമോത്തിയോസ് 4:8 പൗലോസ് ഓർപ്പിക്കുന്നത്, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. നിത്യത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു തന്നെ അത് പഠിപ്പിച്ചു. യേശു സ്വർഗത്തെയും നരകത്തെ പറ്റിയും പഠിപ്പിച്ചു. ആൻഡ് നമ്മൾ വിശ്വസിക്കണം സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളത്. എവിടെയാണ് നമ്മൾ ചെന്നെത്തുക എന്നുള്ളത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നാം എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബൈ ദ വേ, സ്വർഗവും നരകവും, സ്വർഗത്തിലെ വിവിധ തട്ടുകൾ, നരകത്തിലെ വിവിധ തട്ടുകൾ, എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു, ഏതൊക്കെ തരത്തിലുള്ള ന്യായവിധി എന്നൊക്കെ എല്ലാം അടങ്ങുന്ന പല സന്ദേശങ്ങൾ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവയിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കാണുമെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അപ്പോൾ മരണത്തെ ഭയപ്പെടുക എന്ന് പറയുന്നതല്ല പരിഹാരം. അതിന് പകരം ആ ഒരു ചിന്ത നിമിത്തം നാം ഈ സമയത്തെ ഒരുങ്ങുവാൻ ഉപയോഗിക്കണം. യേശു തന്നെ പറഞ്ഞു മത്തായി 16:26, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഈ ഭൂമിയിലെ കാര്യങ്ങളുടെ പുറകിൽ ഓടുന്നതും, അതായത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും സമ്പാദിക്കുവാനും ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുവാനും ഒരു പരിധിക്കപ്പുറം നാം പ്രാധാന്യം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിപ്പിൻ, ദൈവരാജ്യത്തെ അന്വേഷിക്കണം. നിത്യതയിൽ നിലനിൽക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാൻ ഉത്സാഹിക്കണം. എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കേണ്ടത്? ആ സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. സോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.